ഞാൻ വരണമെന്ന് എന്തത്ര നിർബന്ധം? ഒന്നില്ലേ നിനക്ക് കുടുംബക്കാരെയൊക്കെ കണ്ടൂടെ? കണ്ടൂടാ, അതുകൊണ്ട് തന്നെ വരാത്തെ. നിന്നെ അവിടെ എല്ലാരും ചോദിക്കും, അപ്പൊ ഞാൻ എന്താ പറയാ? ഞാന് അമേരിക്കയിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ഹയർ സ്റ്റഡീസിന് പോയി എന്ന് പറഞ്ഞോ. ഇവിടുത്തെ കൊയിലാണ്ടി യൂണിവേഴ്സിറ്റിന്ന്, കാലിക്കട്ട്, കോഴിക്കോട് യൂണിവേഴ്സിറ്റിന്ന് തന്നെ നീ കരകയറിയിട്ടില്ല എന്ന് അവിടെ എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ട് തന്നെ ഞാൻ വരാത്തെ. സപ്ലൈ എഴുതിയില്ലേ, പാസ്സായോ, ജോലി ആയില്ലേ, ഇതുപോലെ കല്യാണം വേണ്ടേ, കുട്ടികൾ, കുടുംബം, കുത്തുവാളാന്നെല്ലാം പറഞ്ഞു കുത്തി നോക്കും. എടാ മക്കളെ, ഇതെല്ലാം ഫേസ് ചെയ്യണം, അതാണ് ചങ്കൂറ്റം. സ്വന്തം ആത്മാഭിമാനം ഊറ്റിക്കളഞ്ഞ് ചങ്കൂറ്റം കാണിക്കാനേ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്താലും ശരി, ഞാൻ കല്യാണത്തിനില്ല. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ജാവോ, ഞാൻ ഇവിടെ ഇരുന്ന് എന്തേലും ഗാവോ, അത്രേ ഉള്ളൂ. വേണ്ട, ഞങ്ങള് പോവാ. അപ്പടി പോട്. പിന്നെ ആ മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ട്. ടാങ്കിൽ വെള്ളം നിറയുമ്പോ മറക്കാണ്ട് ഓഫ് ചെയ്യണം. അതല്ലേ, ഞാൻ ഏറ്റു. പിന്നെ പുറത്ത് ഇറക്കിയുമ്പോ തുണികളെല്ലാം ഉണക്കാട്ടുണ്ട്. മഴ പെയ്യാണെങ്കിൽ അതെല്ലാം മാറ്റിടണം, നനയിക്കരുത്. ഓക്കെ, ഡൺ. ഇനി അഥവാ വെയിൽ കൂടുതലാണെങ്കിൽ ആ തുണികളെല്ലാം എടുത്ത് സൺഷെയ്ഡിന്റെ താഴെ ഇറക്കിയുമ്പോ വിരിച്ചിടണം. കൂടുതൽ വെയിൽ കൊണ്ടോ നിറയ്ക്കും. പിന്നെ ഗ്യാസും സ്റ്റൗവും ഒന്നും ഓൺ ചെയ്യാൻ നിൽക്കരുത്. കറി അവിടെ മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അടുക്കള വാതില് തുറന്നിടാനും നിൽക്കരുത്. അങ്ങനെ തുറന്നിട്ട് ആ തെണ്ടിപ്പൂച്ച അകത്ത് കയറി നിന്റെ കറിയെല്ലാം തിന്നെ പിന്നെ നീ പട്ടിണി കിടക്കേണ്ടി വരും. വിളമ്പി കഴിഞ്ഞാൽ കയ്യിൽ കറി കലത്തിൽ തന്നെ ഇടരുത്, കറി കേടാവും. പിന്നെ ഉച്ചയ്ക്കും രാത്രിയും വായു ഭക്ഷണം കഴിക്കേണ്ടി വരും. പിന്നെ വിറകടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്. വേവായി കഴിഞ്ഞാൽ കല എടുത്ത് വെള്ളം ഊറ്റാൻ വെക്കണം. കൈ പൊള്ളാതെ നോക്കണം. പിന്നെ ടി വി ഓൺ ചെയ്ത് റൂമിൽ വന്നിരിക്കരുത്. റൂമിലെ ലൈറ്റും ഫാനും ഓൺ ചെയ്ത് ടി വി കാണാനും ഇരിക്കരുത്. പിന്നെ കുളി കഴിഞ്ഞ് വന്ന് നനഞ്ഞു തോർത്ത് ബെഡ് ഇടരുത്. അങ്ങനെ ഇട്ടാ പള്ളിപ്പുറമാക്കും ഞാൻ. അല്ല, ഇതിപ്പോ എന്തൊക്കെയാ പറഞ്ഞു? സമയത്ത് നീ ഭക്ഷണം കഴിച്ചില്ലേലും കൈസറിന് കൊണ്ടുപോയി കൊടുക്കണം. 6 മണിയാകുമ്പോ കോഴികളെ കൂട്ടിലേക്ക് കയറ്റി കോഴിക്കൂട് അടക്കണം. അല്ല, ഞാൻ പരിചയമില്ലാത്തവര് വന്ന് വാതിൽ തുറന്ന് സൽക്കരിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറയണ്ട. വെറുതെ ആകാശത്തിലൂടെ പോകുന്ന പണി ഏണി വെച്ച് പിടിക്കാൻ നിൽക്കണ്ട. തീർന്നോ? തീർന്നു. പിന്നെ വരുമ്പോ നീ ഇവിടെ ഇല്ലേലും ഈ വീട് ഇവിടെ ഇതേപോലെ തന്നെ ഉണ്ടാവണം. കുട്ടിച്ചോറാക്കരുത്. ശരി, എന്നാ പോവാ. പോവാം. അല്ല, നീ എങ്ങോട്ടാ? കല്യാണത്തിന്. ഞാനുണ്ട്. അപ്പൊ ആത്മാഭിമാനം കുത്തുവാക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അതെ, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതിലും നല്ലത് അവിടെ വന്ന് ഇച്ചിരി ആത്മാഭിമാനവും കളഞ്ഞ ഒരല സദ്യ ഉണ്ണുന്നതാ. വേഗം വാ, മുഹൂർത്തം തെറ്റണ്ട.